Once again, all of you, welcome back to my YouTube channel. My name is Adira. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. So today we are winding the topic types of chemical reaction. ഇന്ന് നമ്മൾ types of chemical reaction എന്ന ടോപ്പിക് എന്ത് ചെയ്യുന്നു വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം ലാസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. സോ ടുഡേ we will discuss about oxidation and reduction. അപ്പം ഓക്സിഡേഷൻ റിഡക്ഷനും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്നൊരു ടോപ്പിക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വൈൻഡ് അപ്പ് ചെയ്യാൻ സാധിക്കും. സോ വി ആർ മൂവിങ് ടു ദ ടോപ്പിക് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഓക്കെ, so oxidation means substances gain oxygen. Oxidation means substances gain oxygen. Oxygen is known as oxidation. സബ്സ്റ്റൻസിന് ഓക്സിജൻ ഗെയിൻ ചെയ്യുന്നു എങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം ഓക്സിഡേഷൻ എന്ന് പറയാം. സബ്സ്റ്റൻസസ് ഗെയിൻ ഓക്സിജൻ ആർ നോൺ as oxidation. For example, there is one experiment given in your textbook. That one is heating of copper. Okay, heating of copper. Firstly, we need to take some copper in a china dish and we need to heat it. After some time, we can observe that there is a black thick coating over this copper. കുറച്ച് കോപ്പർ എടുത്തിട്ട് ചൈന ഡിഷിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് ഹീറ്റ് ചെയ്യണം. ഈ ഹീറ്റ് ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഈ കോപ്പറിന്റെ സർഫസിൽ മൊത്തവും ഒരു ബ്ലാക്ക് തിക്ക് ആയിട്ടുള്ള ഒരു കോട്ടിങ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മീൻസ് കോപ്പറിനകത്ത് ഓക്സിജനെ എന്ത് ചെയ്തു അത് ഗെയിൻ ചെയ്തു. മീൻസ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് അത് എന്ത് ഫോമിലേക്ക് മാറി കോപ്പർ ഓക്സൈഡ് എന്ന ഫോമിലേക്ക് മാറി. അപ്പം റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് Cu plus O2 gives 2CuO. Okay, Cu plus O2 gives അപ്പം Cu മീൻസ് എന്താണ് കോപ്പർ. അത് എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത് ഓക്സിജൻ. അത് എന്തായിട്ട് മാറി CuO മീൻസ് ആദ്യം കോപ്പർ ആയിരുന്നു, അതിനകത്ത് എന്തും കൂടെ വന്നു ചേർന്നു ഓക്സിജനും കൂടി വന്നു ചേർന്നു. മീൻസ് കോപ്പർ ഗെയിൻ ഓക്സിജൻ. സബ്സ്റ്റൻസസ് ഗെയിൻ ഓക്സിജൻ ആർ നോൺ as ഓക്സിഡേഷൻ. അപ്പം സബ്സ്റ്റൻസിന് ഓക്സിജൻ കിട്ടുന്നതിനെ നമ്മൾ എന്താ പറയുന്നത് ഓക്സിഡേഷൻ എന്ന് പറയുന്നു. അല്ലെങ്കിൽ അതിന് നമ്മൾ എന്താ ഓക്സിഡൈസ്ഡ്. അപ്പം ഇവിടെ ആർക്കാണ് ഓക്സിഡൈസ്ഡ് ആയിട്ടിരിക്കുന്നത് കോപ്പറിനാണ് ഓക്സിഡൈസ്ഡ് ആയിരിക്കുന്നത്. കാരണം കോപ്പറിനാണ് എന്ത് കിട്ടിയിരിക്കുന്നത് ഓക്സിജൻ ഗെയിൻ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് റിയാക്ഷൻ നോക്കുക, സോഡിയം റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം സോഡിയം ഓക്സൈഡ്. അപ്പം ഫസ്റ്റ് റിയാക്ഷന് മുമ്പ് അത് എലമെന്റൽ സോഡിയം ആയിരുന്നു, അത് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറി സോഡിയം ഓക്സൈഡ് ആയിട്ട് മാറി. അവിടെയും ആരെ ഗെയിൻ ചെയ്തിട്ടുണ്ട് ഓക്സിജൻ ഗെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ റിയാക്ഷൻ ഉണ്ടായിരുന്നു ബേണിംഗ് ഓഫ് മഗ്നീഷ്യം. മഗ്നീഷ്യം ബേൺ ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു മഗ്നീഷ്യം ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. മീൻസ് അതിനകത്തും എന്ത് ഗെയിൻ ചെയ്തു ഓക്സിജനെ ഗെയിൻ ചെയ്തു. സോ സബ്സ്റ്റൻസസ് ഗെയിൻ ഓക്സിജൻ ആർ നോൺ as ഓക്സിഡേഷൻ. സബ്സ്റ്റൻസസിന് ഓക്സിജൻ ഗെയിൻ ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് ഓക്സിഡേഷൻ. അപ്പം മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവ്സ് മഗ്നീഷ്യം ഓക്സൈഡ്. ആരാ ആഡ് ചെയ്തിരിക്കുന്നത് ഓക്സിജൻ. സബ്സ്റ്റൻസസ് ഗെയിൻ ഓക്സിജൻ ആർ നോൺ as ഓക്സിഡേഷൻ. So the opposite of this reaction means substances loses oxygen. Opposite means എന്താണ് ഒന്ന് ഗെയിൻ ചെയ്ത് അതിന്റെ ഓപ്പോസിറ്റ് ലോസ് ചെയ്യുക. അപ്പം ഓക്സിജൻ ലോസ് ആയാൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും റിഡക്ഷൻ എന്ന് പറയുന്നു. സബ്സ്റ്റൻസസ് ലോസസ് ഓക്സിജൻ ആർ നോൺ as റിഡക്ഷൻ. അതിൽ നിന്ന് ഓക്സിജൻ നഷ്ടപ്പെട്ടാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം റിഡക്ഷൻ നടന്നു എന്ന് പറയാം. അപ്പം ഈ കോപ്പർ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് എന്തായി മാറിയാണ് കോപ്പർ ഓക്സൈഡ് ആയിട്ട് മാറി. ഈ കോപ്പർ ഓക്സൈഡ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും എന്തായിട്ട് കോപ്പർ ആയിട്ടും ഈ ഹൈഡ്രജൻ എന്തായിട്ട് മാറും വാട്ടർ ആയിട്ടും മാറുന്നു. മീൻസ് ഈ കോപ്പർ ഓക്സൈഡിൽ നിന്ന് അതിന് എന്തിനെ നഷ്ടപ്പെട്ടു ഓക്സിജനെ നഷ്ടപ്പെട്ടു. മീൻസ് ഓക്സിജൻ അതിന് എന്തായി ലോസ് ആയി. സച്ച് റിയാക്ഷൻസ് ആർ നോൺ as റിഡക്ഷൻ. ഓക്കെ, ഈ കോപ്പർ ഓക്സൈഡ് വേണം നമുക്ക് കാർബൺ മോണോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും കോപ്പറും കാർബൺ ഡയോക്സൈഡുമായിട്ട് മാറും. അപ്പോഴും കോപ്പറിൽ നിന്ന് ആര് നഷ്ടമാകുന്നുണ്ട് ഓക്സിജൻ നഷ്ടമായി. സച്ച് റിയാക്ഷൻസ് ആർ നോൺ as റിഡക്ഷൻ. ഇനി ഈ കോപ്പർ ഓക്സൈഡും ഹൈഡ്രജനും റിയാക്ട് ചെയ്യാൻ നമ്മൾ മൊത്തത്തിൽ ഒന്ന് കൺസിഡർ ചെയ്യുകയാണെന്ന് കരുതുക. കോപ്പറിൽ നിന്ന് എന്ത് നഷ്ടമായി ഓക്സിജൻ നഷ്ടമായി. അപ്പൊ അതെന്താണ് സംഭവിച്ചത് റിഡക്ഷൻ. ഓക്സിജൻ നഷ്ടമായാൽ അത് റിഡക്ഷൻ. അതേസമയം ഹൈഡ്രജനിൽ ആര് വന്നു ചേർന്നു ഓക്സിജൻ വന്നു ചേർന്നു. അപ്പൊ അതേതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ. അപ്പം ഒരു റിയാക്ഷനിൽ ഒരേ സമയം മീൻസ് എന്താണ് വൺ റിയാക്ഷൻ ഗെറ്റ് ഓക്സിഡൈസ്ഡ് വൈൽ ദ അതർ ഗെറ്റ് റെഡ്യൂസ്ഡ് അല്ലെ.
ഒരു റിയാക്ഷൻ എന്ത് സംഭവിക്കുന്നു, ഓക്സിഡൈസ്ഡും ഒരു റിയാക്ടന്റിന് എന്ത് സംഭവിക്കുന്നു, റെഡ്യൂസ്ഡും. ഒരാൾക്ക് ഓക്സിജൻ ഗെയിൻ ചെയ്യുന്നു, ഒരാൾക്ക് ഓക്സിജൻ നഷ്ടമാകുന്നു. സച്ച് റിയാക്ഷൻസ് ആർ നോൺ ആസ് റിഡോക്സ് റിയാക്ഷൻസ്. ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻസ്. ഓക്കെ. So in this reaction, copper oxide reacts with hydrogen to form copper and water. In that reaction, copper loses oxygen, means copper oxide loses oxygen while hydrogen gain oxygen. So ഹൈഡ്രജനിൽ എന്ത് വന്നു ചേരുന്നു, ഓക്സിജൻ വന്നു ചേരുന്നതുകൊണ്ട് അതെന്താണ്, ഓക്സിഡേഷനും. കോപ്പറിൽ നിന്ന് ഓക്സിജൻ നഷ്ടമാകുന്നുണ്ട്, അതെന്താണ്, റിഡക്ഷനും. സച്ച് റിയാക്ഷൻസ് ആർ നോൺ ആസ് റിഡോക്സ് റിയാക്ഷൻ. അപ്പം ഓക്സിഡേഷനും റിഡക്ഷനും വളരെ സിമ്പിൾ ആയിട്ടൊരു ടോപ്പിക് ആണ്. ഓക്സിജൻ ഗെയിൻ ചെയ്യുന്നുവെങ്കിൽ ഓക്സിഡേഷൻ, ഓക്സിജൻ ലോസ് ആകുന്നുവെങ്കിൽ റിഡക്ഷൻ. രണ്ടും ഒരുമിച്ച് നടന്നാൽ അത് റിഡോക്സ് റിയാക്ഷൻ. ഐ തിങ്ക് യു ഗോട്ട് ദ ഐഡിയ അബൌട്ട് ദ ടോപ്പിക്. ഇറ്റ്സ് വെരി സിമ്പിൾ ടോപ്പിക്. സോ ദാറ്റ്സ് ദ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോമ്പിനേഷൻ, സെക്കൻഡ് വൺ ഡീകോമ്പോസിഷൻ, തേർഡ് വൺ ഡിസ്പ്ലേസ്മെന്റ്, ഫോർത്ത് വൺ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്, ഫിഫ്ത് വൺ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. സോ ടൈപ്സ് ഓഫ് റിയാക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.